ഹായ് ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ എൻ്റെ വീഡിയോ ഡീമൺ സ്ലെയർ എന്ന ആനിമയിലെ മോസ്റ്റ് ബ്രൂട്ടൽ വില്ലനായ ഡീമൺ കിങ് മൂസാൻ കിബുട്സുജിയെ പറ്റിയാണ്. ആരാണ് ഈ വ്യക്തിയെന്നും ഇദ്ദേഹത്തിൻ്റെ ഒറിജിൻ സ്റ്റോറി എന്താണെന്നുമാണ് ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. കൂടാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഡീമൺ സ്ലെയർ ഫാൻസ് എല്ലാവരും ഒന്ന് ചാനൽ സപ്പോർട്ട് ചെയ്ത് നിങ്ങളുടെ സ്നേഹമൊന്ന് ഷെയർ ചെയ്യൂ. എങ്ങനെയെന്നാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മറക്കരുത്. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഓക്കെ, അപ്പോൾ കൂടുതൽ പറഞ്ഞ് വെറുപ്പിക്കാതെ വീഡിയോയിലേക്ക് കടക്കാം. ഏവർക്കും കോമിക് വണ്ടേഴ്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ആരാണ് മൂസാൻ കിബുട്സുജി? മൂസാൻ എന്ന വാക്കിൻ്റെ അർത്ഥം ദയയില്ലാത്തവനെന്നും കിബുട്സുജി എന്നാൽ ഡീമൺ ഡാൻസ് എന്നുമാണ് പറയപ്പെടുന്നത്. 8th സെഞ്ച്വറി AD ജനിച്ച വ്യക്തിയാണ് മൂസാൻ. മരണത്തിൽ നിന്നും പുനർജന്മം കൊണ്ട ഒരു കുഞ്ഞായിരുന്നു മൂസാൻ. അതായത് തൻ്റെ അമ്മയുടെ വയറ്റിൽ കിടക്കുമ്പോൾ ഹാർട്ട് ബീറ്റ് നിലച്ച് നിശ്ചലനായി കിടന്ന ആ കുഞ്ഞ് മരണപ്പെട്ടു എന്ന് എല്ലാവരും കരുതുകയും എന്നാൽ പുറത്തെടുത്ത് അടക്കം ചെയ്യാനൊരുങ്ങുന്ന വേളയിൽ കുട്ടിക്ക് ജീവൻ വെക്കുകയും ഉണ്ടായി. എന്നാൽ ഇങ്ങനെ ജനിച്ചതുകൊണ്ട് തന്നെ ഭാഗ്യത്തിനു പകരം നിരാശയായിരുന്നു അദ്ദേഹത്തിന് സമ്മാനിച്ചത്. എന്തെന്നാൽ തനിക്കൊരു മാറാരോഗം പിടിപെടുകയും അത് തൻ്റെ 20ാം വയസ്സിൽ തന്നെ മരണത്തിലെത്തിക്കുമെന്നുമായിരുന്നു മൂസാൻ്റെ അവസ്ഥ. മൂസാൻ്റെ പ്രായം കൂടുന്തോറും രോഗവും മൂർച്ഛിച്ചു. അങ്ങനെയിരിക്കെ ഒരു വൈദ്യൻ തൻ്റെ അസുഖം നിശേഷമില്ലാതാക്കാമെന്ന് വാക്കു നൽകുകയും അദ്ദേഹം ബ്ലൂ സ്പൈഡർ ലില്ലി എന്നൊരു പൂവിൽ നിന്നും ഒരു മരുന്ന് കണ്ടുപിടിക്കുവാനുള്ള പരീക്ഷണങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. ഈ സമയം കൊണ്ട് മൂസാൻ്റെ അവസ്ഥ അത്രത്തോളം പരിതാപകരമായി മാറിയിരുന്നു. തനിക്കിനി ഒരിക്കലും ഒരു മാറ്റവും ഉണ്ടാകില്ല എന്ന് വിശ്വസിച്ച മൂസാൻ ആ ഡോക്ടറിനെ അങ്ങ് കൊന്നുകളഞ്ഞു. അപ്പോഴാണ് തനിക്ക് മനസ്സിലാകുന്നത് തൻ്റെ രോഗം പതിയെ മാറി വരുന്നുണ്ടെന്നും തിരികെ തൻ്റെ ആരോഗ്യം വീണ്ടെടുക്കുന്നുണ്ടെന്നും. എന്നാൽ അതിനൊരു അന്ത്യം വന്നത് തനിക്കൊരിക്കലും പകലിൽ പുറത്തിറങ്ങാൻ സാധിക്കില്ല എന്നറിഞ്ഞപ്പോഴാണ്. തനിക്ക് നൽകിയ മരുന്നിൻ്റെ സൈഡ് എഫക്റ്റ് കാരണമാണ് ഇങ്ങനെ മൂസാന് സംഭവിക്കാൻ കാരണം. എന്നാൽ ഇത് മാറണമെങ്കിൽ ആ ഡോക്ടർ ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. എന്നാൽ ഇപ്പോൾ ഡോക്ടർ മരണപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ മൂസാൻ കൊലപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ തൻ്റെ എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചുവെന്ന് മൂസാൻ കരുതി. രാത്രി വേളകളിൽ ഒരു ഭ്രാന്തനെ പോലെ മൂസാൻ അലഞ്ഞു തിരിഞ്ഞു. ഇനി ആരും തന്നെ സഹായിക്കാനില്ല എന്ന് തിരിച്ചറിഞ്ഞ അദ്ദേഹത്തിൻ്റെ ബുദ്ധിയിൽ പെട്ടെന്നൊരു കാര്യം ഓർമ്മ വന്നു. തൻ്റെ ബ്ലഡ് മറ്റുള്ളവരിൽ ഷെയർ ചെയ്ത് അവരെ ഡീമൻസ് ആക്കി മാറ്റുക. അതിലൂടെ ഏതെങ്കിലും ഒരു ഡീമന് സൺലൈറ്റിൽ ഇറങ്ങാൻ സാധിച്ചാൽ ആ ഡീമനെ അബ്സോർബ് ചെയ്ത് സൺലൈറ്റിനെ കോൺകർ ചെയ്യുക. അങ്ങനെ നിരവധി ഡീമൻസിനെ ക്രിയേറ്റ് ചെയ്യുകയും എന്നാൽ മൂസാൻ്റെ നിർഭാഗ്യം കൊണ്ട് ആ ഒരു എറയിൽ ഒരു ഡീമൻസിനും അങ്ങനെ ഒരു യുണീക്ക് എബിലിറ്റി ഉണ്ടായതുമില്ല. എന്നാൽ മൂസാൻ അവിടെയും നിർത്തിയില്ല. തൻ്റെ ഈ രോഗം മാറാൻ ബ്ലൂ സ്പൈഡർ ലില്ലി കണ്ടെത്താൻ തുടങ്ങി. എന്നാൽ പകൽ മാത്രം വിരിയുന്ന ആ പുഷ്പത്തെ ഒരിക്കൽ പോലും മൂസാന് കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഡീമൻസിൻ്റെ ആക്രമണങ്ങൾ കൂടുന്തോറും ജനങ്ങളുടെ ഉള്ളിൽ പരിഭ്രാന്തി കൂടി വന്നു. രാത്രികാലങ്ങളിൽ പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത സ്ഥിതിയായി. ജനങ്ങൾ രാത്രിയിൽ വീടിനുള്ളിൽ ഒതുങ്ങിക്കൂടേണ്ട അവസ്ഥ വന്നു. എന്നാൽ ഡീമൻസിൻ്റെ ആക്രമണങ്ങൾ അവിടെയും അവർക്ക് സുരക്ഷിതത്വം നൽകാതായി. ഉറ്റവരും ഉടയവരും കൺമുന്നിൽ ഡീമനായി മാറി അവരുടെ കൈകളാൽ തന്നെ മരണപ്പെടേണ്ട ഗതികേടുകൾ ഏവർക്കും ഉണ്ടാവാൻ തുടങ്ങി. എന്നാൽ മൂസാന് ഒരു എതിരാളിയായി പിറന്നവനായിരുന്നു യുറിച്ചി. യുറിച്ചിയെ കണ്ട നാൾ മുതൽ മൂസാന് എക്കാലത്തും അദ്ദേഹം ഒരു പേടി സ്വപ്നമായി മാറി. എന്തെന്നാൽ യുറിച്ചി മൂസാന് ഒരു എതിരാളി മാത്രമായിരുന്നില്ല, തൻ്റെ കാലൻ കൂടിയായിരുന്നു. തന്നെ കണ്ട നിമിഷം തന്നെ തൻ്റെ 7 ഹാർട്ടും 5 ബ്രെയിനും മനസ്സിലാക്കിയ യുറിച്ചി നിമിഷ നേരം കൊണ്ട് അത് വെട്ടിയെറിഞ്ഞു. എന്നാൽ എങ്ങനെയെല്ലാമോ അവിടെ നിന്നും രക്ഷപ്പെട്ട മൂസാൻ പിന്നീട് തൻ്റെ നീക്കങ്ങൾ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യാൻ തുടങ്ങി. അതിലെ ആദ്യത്തെ നീക്കമായിരുന്നു തൻ്റെ പക്കലുള്ള ഡീമൻസിൽ വളരെ പവർഫുൾ ആയവരെ തിരഞ്ഞെടുക്കുക എന്നത്. അതിൽ അപ്പർ മൂൺ 1 ഡീമനായി മാറിയത് യുറിച്ചിയുടെ സ്വന്തം ഇരട്ട സഹോദരനായിരുന്ന മിച്ചിഗാറ്റ്സു അഥവാ കൊക്കുഷിബു ആയിരുന്നു. എന്നാൽ കൊക്കുഷിബുവിന് ഒരിക്കലും യുറിച്ചിയെ തോൽപ്പിക്കാനും സാധിച്ചില്ല. പിന്നീടുള്ള ഓരോ കാലഘട്ടത്തിലും മൂസാൻ തൻ്റെ ഡീമൻസിനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരുന്നു. അവരിൽ അപ്പർ മൂൺസിന് മാത്രമായിരുന്നു മൂസാനെ കാണാൻ സാധിച്ചിരുന്നുള്ളൂ. ഇനി മൂസാൻ്റെ പവേഴ്സ് എന്തെല്ലാമാണെന്ന് ഒന്ന് നോക്കാം. ഇൻസ്റ്റൻറ്റ് റീജനറേഷൻ, ഹ്യൂമൻ അബ്സോർഷൻ, സൂപ്പർ ഹ്യൂമൻ സ്ട്രെങ്ത്, ഷേപ്പ് ഷിഫ്റ്റിംഗ്, ഇവയെല്ലാം മൂസാൻ്റെ യുണീക്ക് എബിലിറ്റിയാണ്. നിങ്ങളിൽ എത്ര പേർക്ക് മൂസാനെ ഇഷ്ടമാണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യുക. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.